ഇപ്പോ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ബി.ജെ.പിക്ക് അമ്മച്ചി വോട്ട് ചെയ്തത്? ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ 20 വയസ്സിൽ തുടങ്ങിയാണ് വോട്ട് ചെയ്യണം. ആ നാൾ വരെയും ഞാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്ത ആളാണ്, പ്രവർത്തിച്ച ആളാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം. ഒരു നന്ദി മുനമ്പൻ ജനത ബി.ജെ.പിയോട് കാണിച്ചു എന്നാണോ വിശ്വസിക്കുന്നത്? കാണിച്ചെന്ന് വിശ്വസിക്കണ്. മറ്റന്നാ എന്തായാലും ഇനി അധികം ദിവസം മറ്റന്നാ അറിയുമ്പോ താങ്കൾക്ക് ഒരു വിരിയുന്ന തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആകാംക്ഷയാണോ? അതെ, പിന്നില്ല ആകാംക്ഷ എന്താ ഇത് തുടങ്ങിയുള്ള ആകാംക്ഷയാണ്. ഞങ്ങൾ ബി.ജെ.പിയിലായപ്പോ തുടങ്ങി ഓരോന്നും ചെയ്യണമെന്നുള്ള എന്തായാലും ജയിക്കുന്നു പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്. പിന്നെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മ വേറെ എന്തൊന്നും ചെയ്യണില്ലല്ലോ. ഈ താമര വിരിയാൻ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സത്യം എന്താന്ന് തെളിയിച്ചു കിട്ടണം എന്നാണ് നമ്മ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ഒരു എന്തല്ല, നമ്മൾ സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. നമ്മുടെ കൂടെ നിന്നവരെല്ലാവരും നമ്മളെ ചതിച്ചും കൊണ്ടുപോയില്ലേ. അമ്മച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു അമ്മച്ചി? ലിസി ആന്റണി. അമ്മച്ചി, ഇപ്പോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇപ്പൊ മുനമ്പത്തെ ജനങ്ങളുടെ മനസ്സ് അത് എങ്ങനെയായിരിക്കും അമ്മച്ചിയുടെ ഒരു പ്രതീക്ഷ? ബി.ജെ.പിക്ക് സാധ്യത ഉണ്ടോ? ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് നന്ദിയുള്ളവരാണെങ്കിൽ ബി.ജെ.പിക്ക് സാധ്യതയുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. നന്ദിയുള്ളവരാണെങ്കിൽ. അത് ഈ അമ്മച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു നിലപാട് പറയുന്നത്? ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? കാരണം മറ്റുള്ള 2 ഗവൺമെന്റുകളും ഞങ്ങളെ കൈവടിഞ്ഞപ്പോൾ ബി.ജെ.പിയാണ് സഹായിക്കാൻ വന്നത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ 27 വർഷങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഞങ്ങളെ സഹായിച്ചില്ല. വോട്ട് മാത്രം തേടി വന്നാൽ പോരല്ല, ജനങ്ങളെ സഹായിക്കണ്ടേ. നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണ്ടേ? അതുണ്ടായില്ലല്ല. സഹായിക്കാൻ അവരല്ലേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ബി.ജെ.പിക്ക് അമ്മച്ചി വോട്ട് ചെയ്തത്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ 20 വയസ്സിൽ തുടങ്ങിയാണ് വോട്ട് ചെയ്യണം. ആ നാൾ വരെയും ഞാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്ത ആളാണ്, പ്രവർത്തിച്ച ആളാണ്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 77 വയസ്സായി. ഇപ്പോ ഈ മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഈ പ്രശ്നം ഇത് യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല. നിങ്ങളെല്ലാവരും ഇപ്പോഴും സമരത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഈ സമരത്തിന്റെ ഭാഗമാകാതെ മാറി നിൽക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? മാറി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത്, അവർക്ക് ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിട്ടാണ് അവർ മാറി നിൽക്കണം. ഇത് കുറച്ച് വിഭാഗം പാർട്ടിക്കാരും മറ്റുള്ളവരും ചേർന്ന് പറയണത് ഇതെല്ലാം ശരിയായെന്നാണ്. ആ വിശ്വാസം പള്ളികളിലും വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അത് വിശ്വാസത്തിലെടുത്തേക്കാണ്. ആ റവന്യാവകാശങ്ങൾ ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചിട്ടില്ല. അത് വില്ലേജുകളിൽ പോയി, അധികാര സ്ഥാനങ്ങളിൽ പോയി അവരത് നിശ്ചയിക്കാതെ ഇവര് പറയണത് കേട്ട് വിശ്വസിച്ച് നിൽക്കുന്നവരാണ് മാറി നിൽക്കുന്നത്. അമ്മച്ചിയടക്കം ഏകദേശം 90% ആളുകളും ഈ വാർഡിലുള്ളത് ക്രൈസ്തവ വിശ്വാസികളാണല്ലോ. ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ വോട്ട് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന പാർട്ടിയാണ് ഇവിടെ വിജയിക്കുക. അപ്പോൾ ബി.ജെ.പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? സാധ്യത കൂടുതലാണ്. ക്രൈസ്തവരല്ല അവര്. ഞങ്ങൾ ആദ്യം വിശ്വസിച്ചത് ക്രൈസ്തവർക്ക് എതിരാണ് ഇവരെന്നാണ്. ആദ്യം കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടേക്കണം നമ്മള് ഇവര് ബി.ജെ.പിക്കാര് ക്രൈസ്തവർക്ക് എതിരായവരാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളുടെ അനുഭവത്തിലൂടെ അവരങ്ങനെ ഒരു വർഗീയ പാർട്ടി അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ക്രൈസ്തവരുടെ വോട്ട് കൂടുതലും കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFും UDFും ചില തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നടത്തിയിട്ടുണ്ട്. അവര് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണല്ലോ എല്ലാ റവന്യൂ അവകാശങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് ജനങ്ങളെ ധരിപ്പിച്ചിട്ടാണല്ലോ ഇന്ന് ഈ വിധത്തിൽ ഉണ്ടായത്, ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ പരിപൂർണമായിട്ടും ഈ മുനമ്പത്തെ ജനത ബി.ജെ.പിക്കൊപ്പം ഉണ്ടായേനെ. തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ബി.ജെ.പി ക്രൈസ്തവരെ ഉപദ്രവിക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം ഈ പഞ്ചായത്ത് ഇലക്ഷന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യം പറയാൻ പറ്റില്ല. അവരെന്തൊക്കെയാ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതിൽ പ്രധാനമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം അല്ലെ? പറഞ്ഞിട്ടുണ്ടാവും. പല കാര്യങ്ങളും അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർ എത്രത്തോളം ക്രൈസ്തവർക്ക് ഉപദ്രവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഈ മുനമ്പത്തെ ജനങ്ങളുടെ മനസ്സ് ബി.ജെ.പിക്ക് ഒപ്പമാണ് എന്ന്
വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്? പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ പരമാർത്ഥ സത്യങ്ങൾ അറിയാൻ പാടുള്ള ആളുകൾ BJPക്ക് ഒപ്പമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്, കുഞ്ഞുമോൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? എന്റെ പേര് ജാനറ്റ് ജാക്സൺ. നമ്മുടെ മുനമ്പത്തെ സമര നായകനായിരുന്ന ജാക്സൺ ചേട്ടന്റെ ഭാര്യയാണ്. അപ്പോ ചേച്ചി, ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തെ സംബന്ധിച്ച് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഇലക്ഷനാണ്. കേരളം മാത്രമല്ല ഇന്ത്യയും കൂടി ശ്രദ്ധിക്കണ ഒരു ഇതാണ് മുനമ്പം 1-ാം വാർഡ്. അപ്പോ ഈ ചേച്ചി, എങ്ങനെയാണ് ഇവിടെ സാധ്യതകൾ? എങ്ങനെയാണ് വോട്ട് എല്ലാം എടുത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇവിടെ എങ്ങനെയാണ് സാധ്യത? എങ്ങനെയാണ് സാധ്യത? ഞങ്ങൾ BJP തന്നെ ഒരു താമര വിരിയിക്കുന്നവർ വിരിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഇത്. ചേച്ചി പ്രവർത്തിക്കാൻ ഇറങ്ങിയിരുന്നു? പ്രവർത്തിക്കാൻ കുറച്ചായിട്ട് എനിക്ക് അത്ര പോകാൻ പറ്റില്ലല്ലോ, ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ അനുസരിച്ച് ഇതിരിക്കും. പിന്നെ സമരപ്പന്തല്ലോ ഒന്നിരിക്കും. അയാൾ ഇത്ര അതിനു വേണ്ടി ബുദ്ധിമുട്ടിയ കാരണം ഞാൻ ഒഴിഞ്ഞു നിൽക്കണത് ശരിയല്ലല്ലോ. 3 മാസം ആവണേ ഉള്ളേ. അതിന്റെ പേരില് കുറച്ച് മാറി നിന്നില്ല. എന്നാലും കൊറേ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പെയ്യാൻ പറ്റൂലല്ലോ. 3 മാസം എന്തായാലും മരണം മാറ്റല്ലേ. മുനമ്പത്തെ ജനങ്ങൾ BJPയെ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ചേച്ചി പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു? ഇത് എന്തായാലും ഇത് ചെയ്ത് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇത്തവണ എന്തായാലും ജനങ്ങൾ അതെന്ന് വെച്ചാൽ അവര് ഈ 2 പക്ഷക്കാരും ഓരോന്നും ചെയ്തതൊക്കെ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾക്ക് കൂടെ നിന്ന് നമ്മളെ ചതിച്ച കാര്യം. അതെന്തായാലും ശരിയാകുമെന്ന് വെച്ചാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ ഇതിന് നമ്മ നടന്നതാണല്ല. ഈ ചേച്ചി, ഇവിടെ BJPക്ക് ചേച്ചി ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം ആർക്കാണ് വോട്ട് ചെയ്തിരുന്നത്? ഇത്രന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈപ്പത്തിയായിരുന്നു. ഇന്നല്ല എന്നും വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെയല്ലേ ഞങ്ങളുടെ ഫാമിലി ആയിട്ടും ഒക്കെ കൈപ്പത്തി തന്നെയായിരുന്നു. ജാക്സനും അങ്ങനെ തന്നെ മാറി ഇതുവരെ ചെയ്തിട്ടില്ല. ജാക്സന് ഇത്തവണ ചെയ്തില്ല. എന്നാലും ഞാൻ പറയണേ, ഞങ്ങൾ അത്രയും ജാക്സൺ കോൺഗ്രസിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന മനുഷ്യനായിരുന്നു. വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ താമര കോട്ട് ചെയ്യണമെന്ന്. പക്ഷെ ദൈവം അതിന് സമ്മതിച്ചില്ല. ഇപ്പോ മറ്റ് ആളുകളുടെ ഇടയിലേക്ക് ചേച്ചി ഇറങ്ങി ചെല്ലുന്ന സമയത്ത് BJPയോടുള്ള അവരുടെ മനോഭാവം എങ്ങനെയാണ്? BJPക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ് ഞാൻ കുറച്ച് ലിസ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ കുറെ പേർക്കൊക്കെ BJPയിലേക്ക് ചായ്വ് ഉണ്ടെന്നാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും, വർഷങ്ങളായിട്ട് അവര് ഓരോ പാർട്ടിയിൽ ജയിച്ചിരുന്നവരാണല്ലോ. ചേച്ചിയോട് വന്നിട്ട് കോൺഗ്രസ്സുകാരും ഇടതുപക്ഷത്തിന്റെ ആളുകളൊക്കെ വോട്ട് ചോദിക്കാൻ വന്നിട്ടുണ്ടാവുമല്ലോ, അവരെന്താ പറഞ്ഞത്? എന്നോട് പറഞ്ഞു ഞാനൊന്നും പറയണില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്റെ അടുത്ത് വന്ന് കുറെ നേരം സംസാരിച്ചു. ഒറ്റക്കാണ് വന്നത്. പറഞ്ഞു ഞാൻ പറയണില്ല, അറിയാലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കും അറിയാലോ ഞാൻ എങ്ങനെ ഏതാണെന്ന്. ഞാൻ ശരിക്കും കോൺഗ്രസ് ആണെന്നവർക്കൊക്കെ അറിയാലോ. എന്നിട്ട് നമ്മ മാറ്റിച്ചിട്ടുണ്ട്. ഞാൻ വേറെ എന്തിനും ചെയ്തില്ലെങ്കിൽ അതെന്റെ ഒരു എന്തല്ലേ ജാക്സൺ അതിനു വേണ്ടി അത്രയും എന്താക്കി. അപ്പൊ ഞാൻ വോട്ട് ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ തന്നെ പലരോടും പറഞ്ഞു. അടുത്തൊക്കെ ഉള്ളവരോടും ഒക്കെ വോട്ട് ഇതിന് ചെയ്യണം നമുക്ക് പേഴ്സണലായിട്ട് പറയാല്ല. നമ്മ അത്ര നാള് ഇതിനു വേണ്ടി പ്രയത്നിച്ച് കുറെ ഇങ്ങനെ എന്തായിട്ട് പറഞ്ഞില്ലെങ്കിലും എല്ലായിടത്തും നമ്മ ചെയ്യണം എന്നൊക്കെ തന്നെ പറയാറുണ്ടായിരുന്നു. അടുത്തുള്ള ആളുകളൊക്കെ BJPക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പോ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വാർഡിൽ ഇതുപോലൊരു വലിയ സമരം നടന്നിട്ട് ഇതിൽ പങ്കെടുക്കാത്ത കുറെ ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ ഈ ഒരു സമയത്ത് എന്താ പറയാനുള്ളത്? അവരോട് പറയാൻ അവർക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരും. കുറെ പേര് അറിഞ്ഞ് തിരിച്ചു പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മ ആരുടെയും പാർട്ടിയുടെ സമരമല്ലേ ഇത്. നമുക്ക് സത്യം കിട്ടണം, നമ്മുടെ ജയിക്കണം എന്നുള്ള ഒരു എന്തിന്റെയാണ് ഒരു ഇത്. അത് BJP പൂർണ്ണമായിട്ടും നിങ്ങളിപ്പോ ഒപ്പം നിന്നതിന്റെ ഒരു പ്രതിഭാരം എന്നുള്ള നിലയിലേക്ക്. അതാണ് നന്ദിയുടെ ഒരായിട്ടാണ് ഞങ്ങൾ BJP ചേർന്നതെന്ന് അന്ന് തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അല്ലാണ്ട് പാർട്ടി നോക്കിയല്ല, ഞങ്ങൾ ഒരു നന്ദി കാണിച്ചത്. നന്ദി കാണിക്കേണ്ടത് ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും എന്തല്ലേ, അവരുടെ നമ്മുടെ മാത്രമല്ലല്ലോ, ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ. അതൊരു നന്ദി മുനമ്പം ജനത BJPയോട് കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. കാണിച്ചെന്ന് വിശ്വസിക്കണ്. മറ്റന്നാ എന്തായാലും ഇനി അധികം ദിവസം മറ്റന്നാ അറിയുമ്പോ ഞങ്ങൾക്ക് ഒരു വിരിയുന്ന തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആകാംക്ഷയാണോ? അതെ, പിന്നില്ലേ ആകാംക്ഷ എന്താ. ഇത് തുടങ്ങിയുള്ള ആകാംക്ഷയാണ്. ഞങ്ങൾ BJPയിലായപ്പോ തുടങ്ങി ഓരോന്നും ചെയ്യണമെന്നുള്ള. പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്. പിന്നെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മ വേറെ എന്തോന്നും ചെയ്യണില്ലല്ലോ. താമര വിരിയാൻ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സത്യം എന്താന്ന് തെളിയിച്ചു കിട്ടണമെന്നാണ് നമ്മ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ഒരു എന്തല്ലേ, നമ്മള് സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. നമ്മുടെ കൂടെ നിന്നവരെല്ലാവരും നമ്മളെ ചതിച്ചും കൊണ്ടുപോയില്ലേ.
നമ്മ ചെയ്തതും വോട്ട് ചെയ്തതും ഈ MP തന്നെ ആവണേന് മുമ്പ് ഇത് ഇവിടെ വന്നിരുന്നാണ് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. എനിക്ക് ഒരപ്പനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു. അതാണ് ഐസൻ ചീത്ത പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും പറയണ്ടേ ഐസൻ അവരെയൊക്കെ ചീത്ത പറഞ്ഞു. പക്ഷെ അവരുടെ കാണിക്കണേലും പറയാണ്ടിരിക്കണേ എങ്ങനെയാണ്? വലിയ പ്രതീക്ഷയാണ് അല്ലെ? പ്രതീക്ഷയാണ്. താങ്ക് യു.